ഹായ് ഓൾ. SSLC എക്സാമിൽ നമ്മൾ ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തെഴുതുമ്പോൾ പലർക്കും പല പ്രയാസങ്ങളും അനുഭവപ്പെടാറുണ്ട്. എങ്ങനെ എഴുതും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബിലോ ആവറേജ് ഉള്ള സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് കുറച്ച് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട്. അതിനുള്ളൊരു 10 ടിപ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കാരണം ക്വസ്റ്റ്യൻ ആക്ച്വലി ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാനുണ്ടാവും, എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും, ചിലപ്പോൾ സമ്മറൈസ് ചെയ്യാനുണ്ടായിരിക്കും, നെറേറ്റീവ് ആയിരിക്കും. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് 1-2 തവണ എക്സ്ട്രാ നമ്മൾ എന്താക്കണം, ക്വസ്റ്റ്യൻസ് വായിക്കണം. ഇതാണ് ഒന്നാമത്തെ ടിപ്സ്. രണ്ടാമത് പറയുന്ന സമയത്ത് യൂസ് സിമ്പിൾ സെൻറ്റൻസസ്. നമ്മൾ മാക്സിമം സെൻറ്റൻസ് ചുരുക്കുക അല്ലെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദ ബോയ് ഹൂ വാസ് വെരി ടാലൻറ്റഡ് ഇൻ സിംഗിങ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് എന്നതിന് പകരം ദ ബോയ് ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഇൻ സിംഗിങ്. അങ്ങനെ മാക്സിമം ചെറുതാക്കിയിട്ട് റിലേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ചുരുക്കിയിട്ട് നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ എന്താക്കാൻ പറ്റും, നമ്മൾ ആ ഒരു ഒറിജിൻ ഫീൽ നമ്മൾ ആൻസറിൽ കാണിക്കാൻ പറ്റും. മാക്സിമം ചെറുതാക്കുന്ന സമയത്ത്, കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടി ലിങ്കിങ് വേർഡ്സ് ചേർക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവില്ല, ആ ഒരു കണക്ഷൻ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. സോ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, ഫോളോ പ്രോപ്പർ സ്ട്രക്ചർ. അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഒരു എസ്സേ എഴുതുകയാണെങ്കിലോ അല്ലെങ്കിൽ പാരഗ്രാഫ് എഴുതുകയാണെങ്കിലോ അതിനൊക്കെ അടിപൊളിയായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യാം. കാരണം ഒന്നാമത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ബോഡി പാർട്ട് ഉണ്ടായിരിക്കും, അതിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ. എന്താണ് ആക്ച്വലി ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ആൻസർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആക്ച്വലി അതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ. ബോഡി പാർട്ടിൽ നിങ്ങളുടെ ആൻസർ എഴുതുക. ആൻഡ് തേർഡ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, നിങ്ങളുടെ കൺക്ലൂഷനിൽ നിങ്ങൾ എന്താണോ എഴുതിയത് അത് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുന്നതിനാണ്, അതിൻ്റെ ഒരു സംഗ്രഹം എഴുതുന്നതിനാണ് ആക്ച്വലി കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ എസ്സേയിലും നെറേറ്റീവിലും അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അത് നമ്മൾ ഫോളോ ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക്. ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ് there, you are, it's. അതിൻ്റെ ആ ഒരു കോമ ഉണ്ടാവണോ ഉണ്ടാവണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ. അതുപോലെ തന്നെ ബേസിക് ഗ്രാമറുകൾ ശ്രദ്ധിക്കുക. നമുക്ക് ആകെ കുറേ 12ഓളം ഗ്രാമറുകളുണ്ട്. പക്ഷേ ഇതിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. പക്ഷേ ബേസിക് ആയിട്ട് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഈ സംഭവം നമ്മൾ എന്താക്കുക, നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഈ ഒരു സംഭവം മാത്രം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒരു സെൻറ്റൻസ് കിട്ടുന്ന സമയത്ത് ആ സെൻറ്റൻസിൻ്റെ സ്വഭാവം, ആ ഒരു സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ കംപ്ലീറ്റ് സെൻറ്റൻസും എന്തായിരിക്കും, പാസ്റ്റിലേക്ക്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പാസ്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് പാസ്റ്റ് ആയിരിക്കും. ഇനി അത് സ്റ്റാർട്ടിംഗ് ഫ്യൂച്ചർ ആണെങ്കിൽ കംപ്ലീറ്റ് ഫ്യൂച്ചർ ആയിരിക്കും. ആ ഒരു സെൻറ്റൻസിൽ തന്നെ മിക്സ്ഡ് ഗ്രാമർ ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമ്മൾ ഒരു സെൻറ്റൻസിനെ മറ്റൊരു സെൻറ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മുടെ കൊഹിസീവ് ഡിവൈസസ്, പേര് കേട്ട് പേടിക്കേണ്ട, അതായത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ഫൈനലി, ഒരു സീക്വൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വേർഡുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു റീസൺ ആണെങ്കിൽ ബിക്കോസ്, സോ, ദെർഫോർ തുടങ്ങിയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചില സിറ്റുവേഷനിൽ നമുക്ക് ഹൗവർ, ബട്ട്, ഓൾദോ, ഇൻ ഓർഡർ ടു തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ മറ്റൊരു സെൻറ്റൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു വാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം വാക്കുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതുപോലത്തെ ഹെൽപ്പിംഗ് വേർബുകൾ യൂസ് ചെയ്തുകൊണ്ട്, ലിങ്കിങ് വേർബുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ആ സെൻറ്റൻസിനെ കറക്റ്റ് ആ ഒരു വഴിയിലേക്ക് എത്തിക്കാൻ പറ്റും, അത് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് സിക്സ്ത് വൺ, ലേൺ ബേസിക് സെൻറ്റൻസ് പാറ്റേൺ. നമ്മുടെ ഇംഗ്ലീഷിനൊരു പാറ്റേൺ ഉണ്ട്. എന്താ വെച്ചാൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇത് നമ്മൾ ഓൾവേസ് നമ്മുടെ കംപ്ലീറ്റ് ഈ ഒരു സ്ട്രക്ചർ ഈ പാരഗ്രാഫിലും നമ്മൾ ഫോളോ ചെയ്യുക. അതായത് അവൻ മാങ്ങ തിന്നു, ഹീ ഏറ്റ് എ മാംഗോ. ഹീ എന്നുള്ള സബ്ജക്റ്റ്, ഏറ്റ് എന്നുള്ളത് എന്ത്, അതിൻ്റെ വേർബ്, അതിൻ്റെ ഒബ്ജക്റ്റാണ് മാംഗോ എന്നുള്ളത്. ഈ ഒരു പാറ്റേൺ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. അതുമാത്രമല്ല, ഹെൽപ്പിംഗ് വേർബുകൾ നമ്മുടെ പാസ്റ്റ് ടെൻസ് ആണോ, പ്രസൻറ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിലറികൾ ഈസ്, ആം, ആർ, വില്ല്, വേറെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ നമ്മൾ ആക്ച്വലി അതിനെ പാസ്റ്റ് ആണോ, ഫ്യൂച്ചർ ആണോ, അതുപോലെ തന്നെ പ്രസൻറ്റ് ആണോ എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതും നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഏഴാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോ ദ ഫോർമാറ്റ്.
നമ്മൾക്ക് ലെറ്റർ ആണെങ്കിലും ഡയറി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നോട്ടീസ് ആണെങ്കിലും ഒക്കെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അതിന് എവിടെ ഡേറ്റ് കൊടുക്കണം, എവിടെ അഡ്രസ്സിൻ്റെ ലെറ്റർ ആകുന്ന സമയത്ത് അതിൻ്റെ അഡ്രസ്സ് എവിടെ കൊടുക്കണം, അതിൻ്റെ പേര് എവിടെ കൊടുക്കണം, ഏതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ ഡേറ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ആ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഫോർമാറ്റിന് മാത്രം എന്തുണ്ട് പകുതിയോളം മാർക്ക് ഉണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചാൽ കൂടി നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് എന്താക്കിയിട്ടുണ്ട്, അതിൻ്റെ വാല്യുവേഷൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എഴുതുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്സ് ഉപയോഗിച്ച് എഴുതുക. അതുപോലെ തന്നെ ഫോർമാറ്റ് ചില കാര്യങ്ങൾ, അതിപ്പോൾ ഡയറി ആണെങ്കിൽ ഒരു ബോക്സ് വരയ്ക്കുക, നോട്ടീസ് ആണെങ്കിൽ ബോക്സ് വരയ്ക്കുക, നോട്ടീസ് ആണെങ്കിൽ 3 ഹെഡിങ് ഉണ്ടായിരിക്കുക തുടങ്ങിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഫോർമാറ്റുകളുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് 8th വൺ, റീഡ്. നിങ്ങൾക്ക് സമയം ഉണ്ടാവണം. ആക്ച്വലി നിങ്ങൾ അതിന് വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്തണം. ആ എക്സാമിൻ്റെ ലാസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. എല്ലാ കംപ്ലീറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ ലാസ്റ്റേക്ക് മാറ്റി വെക്കുക. അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റ് ആയിട്ട് അത് മാറും. ഇൻ കേസ് അത് തെറ്റിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഒറ്റ വരിയിൽ മാത്രം വെട്ടിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ കിട്ടുന്ന ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സെൻറ്റൻസ് കംപ്ലീറ്റ് തെറ്റിപ്പോയതുണ്ടെങ്കിൽ അതിനി വെട്ടിത്തിരുത്താൻ നിൽക്കരുത്. അത് കാണുന്ന സമയത്ത് അതൊരു വൃത്തികേടായിരിക്കും. സ്പെല്ലിങ്ങിന് വേണ്ടി മാത്രം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ലാസ്റ്റ് 5-10 മിനിറ്റ് റെഡിയാക്കി വെക്കുക. ആൻഡ് 9th വൺ, ടൈം മാനേജ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഈ 9ാമത്തത്. കാരണം പലപ്പോഴും എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് സമയം തികയാതെ വരും. അതിനുവേണ്ടി ഒറ്റ ട്രിക്ക് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ അപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പാസേജ് ആയിരിക്കും, എസ്സേ ആയിരിക്കും. ഇത് ആദ്യം തന്നെ എഴുതുക. കാരണം ഇൻ കേസ് ലാസ്റ്റ് നമുക്ക് സമയം തികയാതെ വരുന്ന സമയത്ത് നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ വലിയൊരു മാർക്ക് നമുക്ക് മിസ്സാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് കണ്ടെത്തുക. അത് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അതോടുകൂടിയിട്ട് നിങ്ങൾ ഭയങ്കര സേഫായി. ഇനിയിപ്പോൾ ലാസ്റ്റ് മിസ്സാവുകയാണെങ്കിലും 1-2 മാർക്കിൻ്റെ ഏതെങ്കിലും ഗ്രാമർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺവെർസേഷൻ കംപ്ലീഷൻ ആ ഒരു രീതിയിലുള്ള ഏതെങ്കിലും മാർക്കുകളെ മിസ്സാവുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ മാർക്കിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആദ്യം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, പ്രാക്ടീസ്. നല്ല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമുക്ക് മാക്സിമം അത് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ നമ്മുടെ എക്സാം എഴുതി കഴിയാൻ കഴിയുന്നുണ്ടോ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏതെങ്കിലും സെഗ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്കോഴ്സസ് ഉണ്ട്, ഏതെങ്കിലും ഗ്രാമർ പോർഷൻ ഉണ്ട്, അത് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് എഴുതി നോക്കുക. ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ ക്യാരക്ടർ സ്കെച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് എഴുതി നോക്കുക. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏത് ഡിസ്കോഴ്സ് ആണോ അതെടുക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോട് കൂടി വിജയിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക. ഈ ഒരു പാറ്റേൺ, ഈ ഒരു 10ഓളം ഈ ഒരു ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നല്ല മാർക്ക് വാങ്ങുക, A+ നേടാം. ഹാപ്പി ലേണിംഗ്.